ഇടപ്പള്ളിയിൽ യൂട്യൂബർ ചെകുത്താൻ എന്ന അജു അലക്സിന് നേരെ ആക്രമണം. മോഹൻലാലിനെയും ആരാധകരെയും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമുണ്ടായത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയായിരുന്നു. എന്താ സംഭവം? ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരും. ഇവൻ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി ഇവിടെ ഇട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണത് കിട്ടിയത്. അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നേ. ഇതെല്ലാം ഉറപ്പായിട്ട് ഏതോ തൂഫാൻ കേസാ. അപ്പൊ തൂഫാൻ വാര്യർ മോഹൻലാലിന്റെ ആരാധകൻ തൂഫാനായിട്ട് വന്ന സീനായത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. വിമർശനങ്ങൾ ഇപ്പോൾ മനഃപൂർവ്വം കുറച്ചതാണോ അതെയോ ഇത്തരം ഭീഷണികളൊക്കെയാണോ? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ സാധാരണ രീതി വീഡിയോ എടുക്കുന്ന പോലെയൊക്കെ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മോഹൻലാലിന്റെ ആരാധകർ എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതീക്ഷിക്കാനും പറ്റും. ഇവര് അതിൽ കൂടുതൽ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ മാനസികമായ ഒരു പക്വതയൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂലയില്ല. ഇപ്പോൾ ഇയാളെ ആക്രമിച്ചത് ആരാണ് എന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ഏതോ അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. അഞ്ജലി, 5 അംഗ സംഘമാണ് ആക്രമിച്ചതെന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്താൻ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. തട്ടുകടയിൽ വെച്ച് ഈ അജു അലക്സ് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ഒപ്പം തന്നെ സുഹൃത്തും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാറിലെത്തിയ സംഘം ആക്രമിക്കുന്നത്. ഇവർ ഇന്നലെയാണ് ഈ അജു അലക്സ് മറ്റൊരു വീഡിയോ, മോഹൻലാലിന്റെ സിനിമ ദൃശ്യം 3 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ വിട്ടിരുന്നു. അതിൽ മോഹൻലാലിനെയും ഫാൻസിനൊക്കെ തന്നെ വലിയ രീതിയിൽ മോശം പരാമർശമൊക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മോഹൻലാലിനെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ 5 അംഗ സംഘം ആക്രമണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ ഈ അജു അലക്സിന്റെ നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളതാണ്. എടോ പടുത്തുവനിപ്പോ പണ്ടത്തെ പോലെയല്ല, പാടത്ത് പണി വരമ്പത്ത് കൂലി. ശേഷം ഇയാൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചികിത്സയിരിക്കെ ആശുപത്രി എത്തിക്കൊണ്ട് ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ആക്രമിച്ചുവെന്നാണ് പറയുന്നത്. അങ്ങനെ ആശുപത്രി എത്തി പിന്തുടർന്നെത്തിയുള്ള ആക്രമണത്തിൽ ഇയാളുടെ താടിയലിനും ഈ അജു അലക്സിന് താടിയലിനും പരിക്കേറ്റു എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഏതായാലും ഇപ്പോൾ പോലീസ് വിഷയത്തിൽ കളമശ്ശേരി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ മോഹൻലാലിനൊപ്പം തന്നെ ഫാൻസിനെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സംഘം ആക്രമണം നടത്തിയത്. അവർ വാഹനത്തിൽ വന്നിറങ്ങുമ്പോഴാണ് കാണുന്നത്. മറ്റേ മുൻവൈരാഗ്യമൊന്നുമല്ല, വന്നിറങ്ങുമ്പോൾ കാണുന്നു. കണ്ടപാടെ ചെകുത്താനാണ് തിരിച്ചറിഞ്ഞ ആൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് FIR നിന്നും മനസ്സിലാക്കുന്നത്. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. അപ്പൊ ശരി.